ഗുജറാത്തിൽ നടന്ന മഹാമേളയിൽ കേരളത്തിന്റെ യശസ് വാനോളം ഉയർത്തി ചെറുവത്തൂരിലെ വാദ്യകലാ സംഘം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘത്തോടൊപ്പം ചേർന്ന് ചെണ്ടകൊട്ടിയതോടെയാണ് ഇവർ ദേശീയ ശ്രദ്ധ നേടിയത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നടന്ന സ്വാഭിമാൻ പർവ് മഹാമേളയിലാണ് ചെറുവത്തൂരിലെ കമ്പിക്കാത്ത് ഗുരുനാഥൻ കലാസമിതിയിലെയും തുരുത്തി നിലമംഗലം വനിതാ വാദ്യകലാ സംഘത്തിലെയും കലാകാരന്മാർ ചെണ്ടമേളം തീർത്തത്. 40 മിനിറ്റ് ദൈർഘ്യമുള്ള ശിങ്കാരിമേളമായിരുന്നു ഇവരുടെ അവതരണം. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘത്തിന്റെ അരികിലേക്ക് എത്തിയത്. സംഘാംഗമായ പ്രണവിന്റെ കയ്യിൽ നിന്നും കോലുവാങ്ങി പ്രധാനമന്ത്രി ചെണ്ടയിൽ മേളം തീർക്കുകയും ചെയ്തു. പരിപാടിയുടെ കോർഡിനേറ്ററിൽ ഒരാളായിരുന്ന സൂര്യ സജിയാണ് ചെണ്ടമേളം അവതരിപ്പിക്കാൻ ചെറുവത്തൂരിലെ പരിശീലകൻ KS അഭിനവിനെ ബന്ധപ്പെട്ടത്. അങ്ങനെ അഹമ്മദാബാദ് വരാവൽ പ്രഭാസ നഗരത്തിൽ നടന്ന സോമനാഥ് സ്വാഭിമാൻ പർവ് ചെറുവത്തൂരിൽ നിന്നുള്ള ഈ വാദ്യ കലാകാരന്മാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഓർമ്മയായി മാറി. 10-ാം തീയതി നമ്മൾ അവിടെ എത്തി. അപ്പോൾ എത്തുന്ന സമയത്ത് പറഞ്ഞു, ഇന്നാ മോടി വരുന്ന റോഡ് ഷോ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു ക്ഷേത്രമാണ് അവിടെ. എന്ന് വെച്ചാൽ നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു ക്ഷേത്രമാണ്. അവിടേക്ക് പോകാനും ഇങ്ങനെ ഒരു സുവർണാവസരം കിട്ടിയത് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പല കലാരൂപങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആവേശം കൊണ്ട് മോദിയല്ലേ നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു സ്പിരിറ്റോടും കൂടി നമ്മൾ കൊട്ടുന്ന സമയത്താണ് നമ്മൾ അവിടെ നിന്നിട്ട് അമ്മതിച്ച് കൊട്ടാണ്. ആ കൊട്ടുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജി നമ്മളെ അടുത്തേക്ക് പ്രതീക്ഷിക്കാത്തൊരു വരവ്. കാരണം ഒരു സാധാരണ മനുഷ്യനെ പോലെ നമ്മുടെ നേരെ വന്ന് പ്രണവിനെ ഈ കലാകാരൻ്റെ കയ്യിൽ നിന്ന് പിന്നെ 2 ചെണ്ടക്കോലും വാങ്ങി കൊട്ടാൻ പറഞ്ഞപ്പോൾ ഞാൻ ആവേശം മൂത്ത് അപ്പോൾ കൊട്ട് എന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ സാറിന് നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതന്നെ നമുക്ക് ഏറ്റവും ജീവിതത്തിൽ എന്താ പറയേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരു സുവർണാവസരമല്ല, ജീവിതത്തിലൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാരണം. പക്ഷെ അതിനെല്ലാം പുറമെ എൻ്റെ ഗുരുവാണിത്, എൻ്റെ മോനും കൂടിയാണ്. ഇവൻ കാരണമാണ് നമ്മൾ പല പ്രദേശങ്ങളിലും പോയിട്ട് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ, ആന്ധ്രയിൽ, ഉത്തർപ്രദേശ്, കുറേ സ്ഥലം, ബാംഗ്ലൂർ ഒക്കെ പോയിട്ടുണ്ട്. അത് ഈ മോൻ കാരണമാണ്. ഇവന് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. പെട്ടെന്ന് വന്നു. വളരെ സന്തോഷം, എല്ലാവരും ഹാപ്പിയാണ്. അൺഎക്സ്പെക്റ്റഡ് കിട്ടിയതുകൊണ്ട് കാണാൻ പറ്റി, ഫോട്ടോ എടുക്കാൻ പറ്റി, വളരെ സന്തോഷത്തിലാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത കലാരൂപങ്ങളും മഹാമേളയിൽ അവതരിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.